ഞങ്ങൾ ഇന്ന് എറണാകുളം കറങ്ങാൻ ഇറങ്ങിയേക്കുവാ. അങ്ങോട്ടൊന്നും കയറണില്ല കേട്ടോ, അതിനുള്ള വകുപ്പിലല്ല എന്ന് പോന്നേക്കണേ. അത് തന്നെ, ഞാൻ ഒരിക്കലും മറക്കില്ല. കുറെ സാധനം ബാസ്കറ്റിൽ എടുത്തിട്ടുണ്ട്. വിസ്മയ ലോകം തന്നെയല്ലേ. ജം ക്ലിപ്പർ. എന്റെ കണ്ടിങ്ങനെയൊക്കെ പോയി ഇങ്ങനെയുള്ളിടത്ത്. ഓ, ചോറ് കോരി എടുക്കണം. മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടം ഇതാ എനിക്ക്. എന്നാന്നോ, നാളെ അത് വരും. ഓ, എന്നോട് പറഞ്ഞു കൊണ്ടുവരാന്ന ഓടി വന്ന വേഗം അയ്യോ പോലെ പറഞ്ഞ. അത് കഴിഞ്ഞ് വേറെ ഒരു രസമുണ്ട്. നടന്നോ ഈ വശത്തൂടി നടന്നോ. ഞങ്ങൾ ഇന്ന് എറണാകുളം കറങ്ങാൻ ഇറങ്ങിയേക്കുവാ. കവറൊക്കെ ഉണ്ട് കേട്ടോ. സഞ്ചിയും കവറും എല്ലാം ഉണ്ട് മൊത്തം. എന്നൊക്കെ മേടിക്കാൻ ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല, വെറുതെ കറക്കം മാത്രം. എവിടെയെങ്കിലും ഒക്കെ കേറാൻ തോന്നുവാണെങ്കിൽ കേറും, അത്രേ ഉള്ളൂ. ചെറിയ അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കാൻ ഇറങ്ങിയതാട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു 4 മണിയായി. ഡെസ്റ്റിനേഷൻ ഇല്ല, അതൊന്നുമില്ല. എവിടെയെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കയറാം, സെൻട്രൽ സ്ക്വയറിലൊന്ന് കയറാം കേട്ടോ. അവിടെ കയറാം. 4 മണിയായി. ഒരു ചായ ആദ്യം കുടിക്കാം, എന്നിട്ട് വേണം കേറല. നടന്നോ. അമ്മയ്ക്ക് പെട്ടെന്ന് പരിപ്പുവട കഴിക്കണം എന്നൊരു മോഹം. എന്താണ് ആ മോഹം പെട്ടെന്ന് വന്നതെന്ന് അറിയാൻ പാടില്ല. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കഴിക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മ പരിപ്പുവട കഴിച്ചതേ തീരാറായി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ലൈം ടീ ആണ്. ലൈം ടീ ദഹനത്തിനൊക്കെ നല്ലതാണല്ലോ. അപ്പം അമ്മയ്ക്ക് ചായ മതി എന്ന് പറഞ്ഞു. മധുരം കുറച്ച ഒരു ലൈം ടീയും ഒരു ചായയും പരിപ്പുവടയും ഇത്രയും ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്തുള്ളൂ. അന്നേരം അപ്പയ്ക്ക് എന്താ വാങ്ങിയെന്ന് നോക്കണ്ടേ. അപ്പയ്ക്ക് ഒരു വെജിറ്റബിൾ റോളാണ് വാങ്ങിയത്. അത് പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓർത്ത, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ. ചായ എങ്ങനെ ഉണ്ടായിരുന്നു? ചായ നല്ലതാ. പിന്നെ ഞാൻ ലൈം ടീയാ കുടിച്ചേ. പണ്ട് ഞാൻ W ഒറേലിയ അതിന്റെയൊക്കെ കുർത്തയാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇവിടെ കാല് സൂക്ഷിക്കണം. കാല് സൂക്ഷിക്കണം. വെയില് നല്ല തിരക്കാണല്ലോ. വൈകുന്നേരം ആയില്ലേ അല്ലേ? അതെ 4 മണി. അമ്മയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പണ്ടത്തെ ഷേണായിസ് തിയേറ്റർ. എനിക്ക് മനസ്സിലായി. പണ്ടത്തെ നൊസ്റ്റു ഓർമ്മയുണ്ടോ? അതെ, പണ്ടത്തെ കാലഘട്ടത്തില് എല്ലാരും സിനിമയ്ക്ക് വന്നിരുന്ന. നമ്മളിവിടെ ലാസ്റ്റ് കണ്ട സിനിമ ഏതാന്നറിയോ? അപ്പയായിട്ട് നമ്മള് ചിന്താമണി കൊല. അത് തന്നെ, ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷെ അതിനൊക്കെ ശേഷം ഒരുപാട് ഇപ്പൊ നല്ല രസമായിട്ട് ഇതൊരു പുതിയ കടയാട്ടോ. ഇവിടെ ഹൗസ് ഓഫ് മന്തിയായി. ഞാൻ ഇതുവരെ മന്തി കഴിച്ചിട്ടില്ല. പണ്ടെങ്ങാണ്ട് ഒരു മന്തി കഴിച്ചിട്ടുണ്ട്. എനിക്ക് അതിനോട് വലിയ താല്പര്യം. അതെന്നാന്ന് വെച്ചാൽ ഇറച്ചി അധികം ഉപയോഗിക്കാത്തോണ്ടായിരിക്കും എനിക്ക് വലിയ താല്പര്യമില്ല. പണ്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അങ്ങനെ ജയലക്ഷ്മി അങ്ങോട്ടൊന്നും കയറണില്ല കേട്ടോ, അതിനുള്ള വകുപ്പിലല്ല എന്ന് പോന്നേക്കണേ. അതിന് വേറെ പോയിട്ടുണ്ടോ? അല്ല, വകുപ്പ്. അപ്പൊ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു കറക്കം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഒരു ഈവനിങ് കറക്കം. അപ്പൊ പല പല സ്ഥലങ്ങളിലും കയറുക, കുറച്ചു നേരങ്ങൾ ചെലവഴിക്കുക, തിരിച്ച് ഷട്ടലിന് പോവുക. ഇന്ന് ചായ കുടിക്കാനായിട്ട് എറണാകുളത്തേക്ക് അമ്മ. സാധാരണ മുളന്തുരുത്തി ലോക്കൽ കാഞ്ഞിരമറ്റം തറവാടൊക്കെ അല്ലേ പോണത്. അതെ, ഇന്ന് സ്ഥലങ്ങളെല്ലാം മാറ്റി പിടിച്ചു. ഇവിടെ പണ്ട് ഒരു ഗ്രാഫ്റ്റി ക്ലോത്തിങ് ഉണ്ടായിരുന്നു. മാറ്റിയില്ലേ? പണ്ടുണ്ടായിരുന്നോ? ഇവിടെ ഓർക്കുണ്ടോ കൊച്ചമ്മായി പണ്ടൊരു ആ കട ഇപ്പൊ ഉണ്ടോ? പകരം ഇപ്പൊ കോസ്കി തോന്നണം. കൊച്ചമ്മായി കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഉടുപ്പ് മേടിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നായിരുന്നു. കോസ്കി. പിന്നെ അവിടെ ഒരു സിൽക്കോൺ വരാൻ പോവാ. അപ്പൊ ആണോ? കോസ്കിയുടെ അടുത്ത് ആ ഭാഗത്തായിരുന്നു ട്വിങ്കിൾസ്. അവിടെ തന്നെയായിരുന്നു. നമുക്ക് ഇങ്ങോട്ട് കയറിയാലോ? കോസ്റ്റാ കോഫി. ഇവിടെ ഒരു പറ്റിയ ഷോപ്പ് പുതിയതൊരെണ്ണം തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ചുറ്റണം. ഞങ്ങൾ പറഞ്ഞത് സെൻട്രൽ സ്ക്വയർ മോളിലേക്ക് കയറുന്ന കാര്യമാണ് കേട്ടോ. അവിടെ ഒരു പുതിയ ഷോപ്പ് വന്നിട്ടുണ്ട്, മിസ്റ്റർ DIY. ഇനി അതിലേക്ക് കയറാം. ഒരേ അരികു വഴി അങ്ങ് നോക്കിയാൽ മതിയല്ലോ. മാളിനകത്ത് 4th ഫ്ലോറിലാണ് ഈ ഷോപ്പ് വന്നിട്ടുള്ളത്. ഇത്രയും കാറ്റഗറീസ് ആണ്, 10 കാറ്റഗറീസിലോളം ഉള്ള സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒറ്റ നോട്ടത്തിൽ കാണാൻ നല്ല ഷോയാണ്, ഫുള്ള് ലൈറ്റിംഗ് ഒക്കെ ആയിട്ടേ. അത് കാണുമ്പോൾ തന്നെ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ് അടിക്കുന്നില്ലേ. ലാപ്ടോപ്പ് ടേബിൾ ആല്ലേ ഇത്. നമ്മൾ ബെഡിലൊക്കെ ഇരിക്കുവാണെങ്കിലേ ടേബിളായിട്ട് മടിയിൽ വെച്ചിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ചെറുതാ. ഇതിലേ അങ്ങ് പോവാം. ഇതിലെ ഏത് സൈഡ് തൊട്ടാ കണ്ടു തുടങ്ങണ്ടേന്ന് ആകെ കൺഫ്യൂഷൻ ആവട്ടോ. അത്ര അധികം സാധനങ്ങളുണ്ട്. ഈ ജേർണലിങ് ചെയ്യുന്നവർക്കാണ്. ഇന്നാള് നമുക്ക് നീ മേടിച്ചോണ്ട് വന്നല്ലോ ഒരെണ്ണം. ഇതിവിടെ ഇരിപ്പണ്ടേ പേഴ്സ്. നല്ല ക്യൂട്ട് ലുക്കിലുള്ള ജേർണലുകൾ അല്ലേ. കണ്ടോ, ഇതൊക്കെ എന്തോ ഒരു ക്യാൻഡിൽ സ്റ്റാൻഡ് പോലെ തോന്നുന്നു. എന്താണെന്ന് അറിയില്ല, പക്ഷെ നല്ല ഭംഗിയായിട്ടുണ്ട്. അവിടെ
ആ അത് നല്ല രസമുണ്ട് അല്ലേ. തൂക്കുകയും ചെയ്യാം. ഇതൊക്കെ വലുതാ പക്ഷേ. ദേ ഇത് കണ്ടോ, ഇത് നല്ല അതും നല്ലതാ. ഫയൽ മീൻസ് ചെറിയ ചെറിയ ഡോക്യുമെന്റ്സ് വെക്കാൻ, തൂക്കി പിടിക്കാവുന്ന ഫയലുകൾ. ഇത് കണ്ടോ, തൂക്കി പിടിക്കാവുന്ന മനസ്സിലായി ഫയലുകൾ. അതെന്നറിയാൻ വേണ്ടി ചെറിയ ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാം. ആ അതെ അതെ അതെ. ഈ ഒരു ഏരിയ മൊത്തം അതിൻ്റെ അങ്ങനത്തെ എല്ലാ ചെടികളും ഉണ്ട്, മണി പ്ലാന്റിന്റെ വരെ. എത്രയോ വർണ്ണങ്ങളിലുള്ള പൂക്കള്, പിന്നെ പല ഇലകളുള്ള ചെടികള്, ഇതൊക്കെ ഹാങ് ചെയ്തിടുന്ന ടൈപ്പ് മണി പ്ലാന്റ് പോലെയുള്ളതാണ്. ഇത് കണ്ടപ്പോഴാണ് അമ്മ പറഞ്ഞു മണി പ്ലാന്റ് പോലെയുള്ളതാണ്. എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് കത്തിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ നിറങ്ങളൊക്കെയാണ് നോക്കിയിരുന്നത്. അതെ ഇത് കണ്ടോ, ഇതിന്റെ ഡാർക്ക് യെല്ലോ കളറിലുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ഇതല്ലേ മണി പ്ലാന്റിന്റെ ചട്ടി. നല്ല രസമല്ലേ, നല്ല രസമാണ് ശരിക്കും, ഒറിജിനൽ പോലെ തന്നെ കാണാം. ഇതൊക്കെ കണ്ടോ, ഹെയർ പലതരത്തിലുള്ള ബ്രഷുകൾ, ചീപ്പ് ഇഷ്ടം പോലെ. ബഡ്സ് വേണോടി, ഇയർ ബഡ്സ്. അത് വേണമെങ്കിൽ ഒന്ന് എടുക്കാം. ഇത് നല്ല രസമല്ലേ ഹെയർ ബ്രഷ്. ഹെയർ ബ്രഷ് പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ബ്രഷ് മാത്രമല്ല കേട്ടോ, സ്ക്രഞ്ചസ്, ബുഷസ്, അങ്ങനെ കുറേ ജ്വല്ലറി റിലേറ്റഡ് ഐറ്റംസ് ഉണ്ട്. റേറ്റ് നോക്കിക്കേ. ഇതുപോലെ നല്ല ഫാൻസി ആയിട്ടുള്ള സ്ക്രഞ്ചീസ് ഒക്കെ കണ്ടു കേട്ടോ. അങ്ങനെ തന്നെയല്ല അതിന് പറയുന്നത്. ഞാനൊക്കെ ചെറുപ്പത്തിൽ തലയിലിടുന്ന സാധനം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനൊന്നും വലിയ റേറ്റ് ഒന്നും കണ്ടില്ല കേട്ടോ. കുറേ ഫാൻസി മോഡൽസ് ഉണ്ടായിരുന്നു. ഈ ഹെയർ ആക്സസറീസും ഒക്കെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ ഫ്രെയിംസാ, ഓരോ ഷേപ്പിൽ ഓരോ സൈസിലുള്ള സ്റ്റിക്കറുകൾ ഇഷ്ടം പോലെ. ഇതൊക്കെ കണ്ട, ഈ ഭാഗത്തേക്ക് പോലും അമ്മ നോക്കിയില്ലല്ലോ. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള കവറുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫെസ്റ്റീവ് വൈബിലുള്ള കവറിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നുകൂടി പൊളിയായിരിക്കും. ആ ഭാഗം എനിക്ക് നോക്കേണ്ട കാര്യമില്ല, അത് എൻ്റെ വിങ് അല്ല. അമ്മയ്ക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷനിൽ നിൽക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അവിടെയായിരുന്നു. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പല മോഡലുള്ള കവറുകൾ, ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള കവറുകൾ, അതുപോലെ നോട്ട്സ് ഒക്കെ എഴുതാനായിട്ടുള്ള ബുക്സ്, ജേർണൽസ്, ഡയറീസ്, പിന്നെ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള പെന്ന്. ഇത് കണ്ടോ, ബാംബൂ സ്ക്യൂവേഴ്സ്. അത് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഗിഫ്റ്റ് ബോക്സുകൾ, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് അത് കാണാനായിട്ട്. കാണുമ്പോൾ അതൊക്കെ നമുക്ക് എടുത്താലോ എന്ന് തോന്നിപ്പോവും. അത്രയും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ്. കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ ഇവിടെ. സ്റ്റിക്കി നോട്ട്സ്, പിന്നെ കുഞ്ഞി സ്റ്റേപ്പിൾസ്, ഫോയിൽ ടേപ്പ്, പിന്നെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സ്റ്റിക്കറിൻ്റെ എന്തോ ആണെന്ന് തോന്നുന്നു. പല ക്രാഫ്റ്റ് സാധനങ്ങളുണ്ടല്ലോ, ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള മോഡലിൽ ഡിസൈൻ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചിലത് അമ്മയ്ക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ എന്നോട് ചോദിക്കായിരുന്നു. ഇത് ജം ക്ലിപ്പ്, ഇത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി. ജം ക്ലിപ്പ് മാല പോലെ, ടോയിൻ പോലെ എനിക്ക്. ഇത് കണ്ട, സ്ലൈം ഗ്ലൂ. നല്ല രസം അത് കാണാൻ അല്ലേ. ഗ്ലൂവിൽ തന്നെ കളറുള്ള പശയില്ലേ മറ്റേ, മനസ്സിലായി. നല്ല രസമല്ലേ അത്. ഞാനിതൊക്കെ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇപ്പൊ എന്തെല്ലാം മോഡലുള്ള സാധനങ്ങളാല്ലേ. ഇത് ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു ഫ്ലവർ വേസാ. ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോസിൽ. ഇതിനകത്ത് ഫ്ലവർ ഇങ്ങനെ ബാഗ് അവിടെ ഇരിപ്പുണ്ട്. ഇത് പൗച്ചൊക്കെ പോലെ പിടിക്കാൻ പറ്റുന്ന കുറെ ബ്യൂട്ടി ഐറ്റംസ് വെക്കണതാടി. കോസ്മെറ്റിക് എന്ത് വേണേലും വെക്കാം. കയ്യിൽ പൈസ ഇട്ടുകൊണ്ട് നടക്കണമെങ്കിൽ അതും നടക്കും. അതും വേണം, അതും ചെയ്യാം. നമ്മുടെ യൂസ് അല്ലേ, എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. ഇത് നല്ല ഭംഗിയുള്ളത് ഇവിടെ നിന്നായിരിക്കും നീ എടുത്തത്. ക്യൂട്ടായിട്ടുള്ളത്. അത് തന്നെ, ഇവിടെ നിന്നാണ് ഞാൻ എടുത്തത്. താഴെ കംപ്ലീറ്റ് അത് കിടപ്പുണ്ട്, ഇഷ്ടം പോലെ. ഇത് വേറൊരു ഗളി പൗച്ച് കണ്ടോ. ഒരെണ്ണം കയ്യിൽ. ഇത് പക്ഷെ പോവില്ല. ഇത് എനിക്ക് ഒരെണ്ണം എടുത്തോ, ഇത് എനിക്ക് ആവശ്യമുണ്ട്. എടുത്തോ. ഞാൻ ഒരു നല്ല ഗ്ലാസ് നോക്കട്ടെ. ബ്ലാക്ക് കളറിലുള്ള കോഫി മഗ്. അപ്പയ്ക്ക് ബ്ലാക്ക് ഇഷ്ടമല്ല, അതെനിക്ക് ഇഷ്ടമല്ല. ഈ പൈനാപ്പിളിന്റെ പടമുള്ള കോഫി മഗ്. ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇത് വേറെ കളറുണ്ട്, നല്ല രസം കാണാൻ. കോഫിന്ന് എഴുതി. ഇത് പൊട്ടണ ടൈപ്പാ, സെറാമിക്ക. ഇത് സെറാമിക്. ഇത് സെറാമിക് അല്ല,
ഇത് ഐസ് ടീ ഒക്കെ കുടിക്കാൻ നല്ല. ഇത് മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ ആണെന്ന് തോന്നുന്നു അല്ലേ. നല്ല രസമുണ്ട് ഇതിൻ്റെ പല കളറുകളൊക്കെ കാണാനായിട്ട്. നല്ലൊരു എസ്തെറ്റിക് ലുക്ക് ഡൈനിങ് ടേബിളിന് കൊണ്ടുവരാനായിട്ട് നല്ലതായിരിക്കും ഇത്. ദേ ഇത് കണ്ടോ, ഈ മോഡൽ എനിക്കൊരു ജ്യൂസ് ഗ്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്തേനെ. സമ്മർ സീസണിൽ പ്രത്യേകിച്ചും ജ്യൂസ് ഇങ്ങനെയൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇരുന്ന് കുടിക്കാനൊക്കെ നല്ല രസമായിരിക്കും. കോഫി മഗ്ഗുകളോടുള്ള എൻ്റെ ക്രേസ് എത്ര പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ അത് കാരണം അത് എവിടെ കണ്ടാലും ഞാനതിങ്ങനെ നോക്കുമായിരുന്നു. അത്ര ഇഷ്ടമാണ് എനിക്ക് ഓരോ മോഡൽ മഗ്ഗുകൾ കാണാനായിട്ടും. പിന്നെ അതുപോലെ ദേ വാട്ടർ ബോട്ടിൽസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വെറൈറ്റി ടൈപ്പ്. ഇതൊക്കെ ചുമ്മാ ഒരു വീടിൻ്റെ ഒരു കോർണറിൽ വെച്ചാൽ തന്നെ അവിടെ ഭയങ്കര ഒരു എസ്തെറ്റിക് ഫീല് കിട്ടൂല്ലേ. അപ്പം ഇതൊക്കെ സാധാരണ പ്ലെയിൻ മോഡൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലതാ. കറുപ്പ് കണ്ടിയാൻ പോകുന്നതാ. ഇത് ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. എന്റെ കണ്ടിങ്ങനെയൊക്കെ പോയി ഇങ്ങനെയുള്ളടത്ത്. ഇതേ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കൂലേ, അതിങ്ങനെ നിരത്തി വെക്കാൻ നല്ലതായി പ്ലേറ്റർ. ഇതേ നല്ല ഭംഗിയുള്ള ഒരു മഫിൻസ് ഇരിക്കുന്ന പോലത്തെ. അതെടുക്കാം. അമ്മ നിലത്തിരിപ്പായി ലാസ്റ്റ്. ഇതില്ലേ ശരിക്കും നമ്മളാ കവടിപ്പാത്രത്തിന്റെ ഒരു വെറൈറ്റി. ഇതല്ലേ കവടിപ്പാത്രത്തിന്റെ അതേ ഫീൽ വരുന്ന പാത്രം. വേറെ ഉണ്ട് അതിന്റെ. നോക്കട്ടെ. ഇത് നല്ല കേട്ടോ. അമ്മ അവിടെ പാത്രങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ ദേ ട്രേകൾ നോക്കുകയാണ്. നല്ല ഭംഗിയുള്ള പടങ്ങളുള്ള ട്രേകൾ എനിക്ക് പണ്ടും ഇഷ്ടമാണ്. ഇതേ കണ്ടോ, പൈനാപ്പിൾ ട്രേ. പൈനാപ്പിൾ തന്നെ വെച്ച് സെർവ് ചെയ്യാൻ രസം ഉണ്ടാവില്ലേ അത്. ഇതെന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് ഈ ഒരു ട്രേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസം. ഇതിവിടെ ഇരിക്കട്ടെ. സിലിക്കൺ ഐസ് ട്രേ. ഇത് നല്ലതല്ലേ. ഇത് ഒരെണ്ണം എടുത്താലോ? വില നോക്കി എടുത്തോ. വേറെ കളർ ഏതെങ്കിലും എടുക്കും. വേറെ കളർ എടുക്കാം. സ്വന്തമായിട്ട് വീട്ടിൽ ഐസ് ട്രേ ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഈ സിലിക്കൺ ഐസ് ട്രേ മേടിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിനൊരു പ്രധാന റീസൺ ഉണ്ട്. ആ റീസൺ നമുക്ക് വഴിയെ പറയാം കേട്ടോ. പ്രത്യേകിച്ച് സമ്മർ സീസൺ അല്ലേ, അപ്പോൾ അതിനൊരു കാരണം ഉണ്ട്. അപ്പം എന്താണെന്ന് ഏകദേശമൊക്കെ ഊഹിച്ചിട്ടുണ്ടാവില്ലേ. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ നോക്കി വന്നു കഴിഞ്ഞപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ ഇരിക്കുന്നത് കണ്ടു. ഐസ് മോൾഡുകൾ കണ്ടോ. സമ്മർ വന്നാൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനങ്ങളിൽ ഒന്നാണ് ഈ ഐസ് മോൾഡ് സ്റ്റിക്ക്. ചുമ്മാ ജ്യൂസ് ഒഴിച്ച് വെച്ചിട്ട് സെറ്റ് ആയാലും എനിക്കിഷ്ടം. ഓരോന്നായിട്ട് ഞങ്ങൾ പെറുക്കി ഇടുക കേട്ടോ. ബാസ്ക്കറ്റിൽ കുറെ സാധനങ്ങളായല്ലോ. ഇത് കണ്ടോ, പിൻട്രസ്റ്റി വൈബിലുള്ള ഒരു ഗ്ലാസ്. നല്ല ഭംഗിയിലേ കാണാൻ. ഓരോ ഷേപ്പിലുള്ള ഫോർക്ക് അല്ലേ. സോസ്. മറ്റേ സാധനം അതിന്റെ പേരെന്താ, കോഫി ഉണ്ടാക്കണ മിൽക്ക് ഫ്രോത്തർ പോലത്തെ ഒരു ഷേപ്പിലുള്ള അരിപ്പ. നമ്മുടെ ജ്യൂസ് അരിപ്പ് പോലത്തെ ഷേപ്പ് വേറെയാന്നേ ഉള്ളൂ. റൈസ് കൂപ്പ്. ചോറ് കോരി എടുക്കണം. ഇത് ഇങ്ങനത്തെ ആയിരിക്കും. മറ്റേ എന്റെ പേരിന് സിലിക്കൺ ആയിരിക്കും. സിലിക്കൺ ആയിരിക്കും. അമ്മയുടെ ഫേവറേറ്റ്. അല്ല, എനിക്കിപ്പോ ഉണ്ട്. ഇനി എനിക്ക് സ്പാറ്റിലേ വേണ്ട. വിസ്മയ ലോകം തന്നെയല്ലേ. ചോപ്പിംഗ് ബോർഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കായിരുന്ന. ഇനിയും കടയുടെ ഉണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോഴേ. അതെ. ഇതെന്തെന്നാന്ന് നോക്കട്ടെ. പ്ലേസ് മാറ്റ് കണ്ടോ. നല്ലതാ. അതിൻ്റെ കളറ് നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഈ ചോപ്പിംഗ് ബോർഡും ഉണ്ട്, ആപ്പിളിൻ്റെ ഷേപ്പിലുള്ളത്. ഇതിന് 79 രൂപയാണെന്ന് കേട്ടോ പറഞ്ഞേ. പിന്നെ ഈ ടൈപ്പ് വാട്ടർ ബോട്ടിൽ ഇപ്പോൾ എല്ലായിടത്തും കാണാം അല്ലേ. ഓരോ ടൈം എത്തുമ്പോഴേക്കും എത്ര വെള്ളം കുടിച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. 611 രൂപയാണെന്ന് കേട്ടോ പറഞ്ഞേ. ബാഗുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അമ്മ നടക്കുന്നതിൻ്റെ പിന്നാലെ ഞാൻ നടന്നത് കാരണം അമ്മ കൂടുതലും കിച്ചൺ ആക്സസറീസിലേക്കാണ് നോക്കിയത്. ഹുക്ക് കണ്ടോ, ഹുക്ക്. ഇതെനിക്ക് തോന്നുന്നു ഗ്ലാസ്സിൽ ഒട്ടിക്കണം തോന്നുന്നു. ഇത് ചിലപ്പോൾ ഭിത്തിയിൽ ഒട്ടിക്കണം. എന്തിനായാലും എല്ലാ സാധനങ്ങളും ഇതൊക്കെ കണ്ടോ. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള ഷേപ്പിലുള്ളതായിരുന്നു. ക്ലോത്ത് ക്ലിപ്സ് തന്നെ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കുഞ്ഞ് സ്റ്റോറേജ് ബാഗ്. ബോള് കൊള്ളാല്ലേ. ഇത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ചു വെക്കുന്ന ആ സ്റ്റോറേജും അതിൻ്റെ കൂടെയുള്ള ആ സ്ക്രബും. ആ സ്ക്രബ് ഞെക്കിയാൽ ആ ലിക്വിഡ് വരും തോന്നുന്നു. അങ്ങനെ യൂസ് ചെയ്യണേന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഇതൊക്കെ കുറേ മാറ്റ്സ് ആണ്. ഊളൻ ഹാറ്റ് തണുപ്പത്ത് പോകുമ്പോഴേ. പിന്നെ അമ്മ പതിവ് പോലെ സോപ്പ് ഡിഷുകൾ തപ്പുകയാണ്. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നോക്കിയപ്പോഴേ നല്ല രസമുള്ള ക്ലോക്കുകളും ടൈം പീസുകളും. ഇത് ടൈം പീസ് പോലെയാണെന്ന് തോന്നുന്നു. അല്ല, ക്ലോക്കാന്ന് തോന്നുന്നു. നേരത്തെ കണ്ട കപ്പും സോസറും ഇല്ലേ, അത് ക്ലോക്കാന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് നല്ല ഭംഗിയുള്ള വിൻറ്റേജ് കളക്ഷനിലുള്ള ക്ലോക്കുകളൊക്കെ കണ്ടുട്ടോ. എനിക്ക് അങ്ങനത്തെ ക്ലോക്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു ജ്യൂസ് ഗ്ലാസ് അവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാ. പൊട്ടറ്റോ മാഷർ. സിലിക്കോൺ ആയിരിക്കും. ചീസ് ഗ്രേറ്റർ. ഈ പീലർ അപ്പൊ ഉദ്ദേശിച്ച പോലത്തെ ആണോ നമുക്ക് അറിയാമല്ല. അപ്പൊ വേറെ ഏതാണ്ടൊക്കെ ഇങ്ങനെ പറയണ കേൾക്കാം.
പല്ലുകൾ വേണം എന്നൊക്കെ. അത് പല്ലുണ്ട്, പക്ഷെ നമ്മൾ മേടിച്ചാൽ പറ്റില്ല. ദേ ചോപ്സ്റ്റിക്ക് അതുകൊണ്ട് വേണമെന്ന് പറഞ്ഞ് മേടിച്ചിട്ട്. ഈ സ്പൂൺ നല്ല രസം. ആ കുഴിയില്ലേ, ഞാൻ അങ്ങോട്ട് റൗണ്ട് അടിക്കാം. ഇതേ ദോശത്തവിയുണ്ട്. ഇത് ഇങ്ങനത്തെ പ്രസ്റ്റീജിൻ്റെ ആ സീനയുടെ പ്രസ്റ്റീജിൻ്റെ ക്ലെൻസിങ് സ്പോഞ്ച്. ഇതുപോലെ കുറേ മേക്കപ്പ് റിലേറ്റഡ് ആക്സസറീസ് ഒക്കെ ഞാൻ കണ്ടിട്ടു. അത് ഇയറിങ് ഇട്ട് വെക്കുന്ന ഈ പെട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കള്ളിയായിട്ടുള്ളത്. അത് ഇത് ബ്യൂട്ടി ബ്ലെൻഡർ, ഇതും എനിക്കിഷ്ടമായി. കുറേ ഇങ്ങനെ സ്റ്റോറേജ് കള്ളികളുള്ള ഷെൽഫ് പോലത്തെ സാധനമില്ലേ, അതെനിക്ക് വലിയ ഇഷ്ടമാണ്. എത്ര കണ്ടാലും ഞാൻ മേടിക്കും. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന പെന്നാണ് കേട്ടോ, സ്റ്റോണൊക്കെ പതിപ്പിച്ചിട്ടുള്ള. പിന്നെ മാലകൾ, കമ്മലുകൾ, സ്റ്റഡ് കമ്മലുകൾ, ജീൻസും പ്ലെയിൻ ടോപ്സൊക്കെ വെയർ ചെയ്യുമ്പോൾ ഇടാൻ പറ്റുന്ന ഇത് ഐ മാസ്ക്. പിന്നെ ഇതേ ഭംഗിയുള്ള പൂച്ചയുടെ ലുക്കിലുള്ള മാറ്റാണത്, ഫ്ലോർ മാറ്റ്. പൈസ ഒക്കെ വെച്ചോ? പിന്നെ പൈസയൊക്കെ സേഫാണ്. ആ വീട്ടിൽ ചെന്ന് കാണാം എന്തൊക്കെയാ മേടിച്ച്, വൈകിട്ട് കാണിക്കാം. അതെ 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 അതെ, അത് മതിയല്ലോ. അതെ അത് മതി, അത് മതി. ഇട്ടാ പോരെ? ആ അത് ചുമ്മാ ഇട്ടാ മതി. ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു പൂട്ട് കെട്ടി. ഒരുപാടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം വീട്ടു സാധനങ്ങളാ. അതെ 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 അതെ. ഭയങ്കര സൗണ്ടാട്ടോ ഇതിന്റെ ഫ്രണ്ടിലായതുകൊണ്ടാണ്. അപ്പൊ ഇനി ഷട്ടിലേക്ക് കയറാനുള്ള പുറപ്പാടാ. അതെ 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 അതെ. ഓക്കെ, 20 കിടക്കണത്. 10 ഉണ്ട്. ഫീഡർ ബസ് വരുവാണെങ്കിൽ അതിൽ കയറാമെന്ന് ഓർത്താൽ നിൽക്കണം, നമ്മുടെ മെട്രോയുടെ ഫീഡറില്ലേ. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരെണ്ണം ഓടിയെത്തി. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ വഴി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മയാണ് ആദ്യം കയറിപ്പോയത്. എനിക്കിവിടെ കുറച്ച് ഷൂട്ടും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വണ്ടിക്ക് കയറി വന്നേക്കാന്ന് പറഞ്ഞു, സമയം ഉണ്ടായിരുന്നേ. അപ്പോഴേക്കും അമ്മ ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞു അവിടെ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞങ്ങൾ എറണാകുളം വഴി ഷോപ്പിംഗ് നടത്തി. അതെ, DIYയിൽ കയറി. അതിപ്പോ എല്ലാവരും കണ്ടു. അവിടെ കയറി മേടിച്ച സാധനങ്ങളാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, ചെറിയ ചെറിയ ഐറ്റംസ്. ഇനി ഒരു ചെറിയ ചായ കുടിക്കാൻ കയറി, അതൊക്കെ നിങ്ങൾ ഇതിനോടകം കണ്ടു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മേടിച്ച കുറച്ച് ഐറ്റം മേടിച്ചിട്ടുള്ള ഐറ്റംസ് ഒന്ന് കാണിക്കാം. കാരണം തിരിച്ച് ഷട്ടിലിന് പോരുമ്പോ പിന്നെ ഒരുപാട് പൊട്ടണ സാധനങ്ങൾ മേടിച്ചാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ പിന്നെ കൂടെ ഉണ്ടെങ്കിൽ വണ്ടി ഉണ്ടാവും, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അത് കാരണം കുറച്ച് ഐറ്റം മേടിച്ചതിൽ ഏറ്റവും ഇഷ്ടം ഇതാ എനിക്ക്. ഇത് ജയ്പൂരാന്ന് എനിക്ക് തോന്നണത്, അല്ലേ? അറിയില്ല. എന്ത് തന്നെ ആയാലും അതൊരു നല്ല പാത്രമാണ്, നല്ല ബൗള പാത്രമാണ്, സെറാമിക്ക. അതിന്റെ റേറ്റ് 320 കൊടുത്തിരുന്നെങ്കിലും കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതെ, നമ്പർ 1 അവിടെ ശരിക്കും നമ്മളൊന്ന് വിസിറ്റ് ചെയ്ത് തന്നെ കാണണം, അത്രയ്ക്കും ഐറ്റംസ് ഉണ്ട്. ഞാൻ ആ ഫയലും ബുക്കും ഇരിക്കുന്ന സെക്ഷനിലേക്കേ ഞാൻ പോയില്ല. ഇവിടെ അതെല്ലാം കുത്തിപ്പറക്കി നോക്കണുണ്ട്. ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഈ പിൻട്രസ്റ്റ് വൈബുള്ള ഒത്തിരി ക്യൂട്ട് സാധനങ്ങൾ ഞാൻ കണ്ടായിരുന്നു. കുറെ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം നമുക്ക് അങ്ങനെ എടുത്ത് പ്രൈസ് നോക്കി പറയുക അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല കേട്ടോ. എന്നിട്ട് തന്നെ നമ്മളവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഒത്തിരി ടൈം അവിടെ സ്പെൻഡ് ആയി. അപ്പൊ ഇനിയും സ്പെൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഡിലേ ആവുകയും പിന്നെ കസ്റ്റമേഴ്സ് ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ അവർക്കും അത് കുറച്ച് ബുദ്ധിമുട്ടാവും നമ്മൾ ഇങ്ങനെ എടുത്ത് നടക്കുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ കാണിച്ചു. അപ്പൊ പേഴ്സണലി ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു പ്ലേസ് ആയിട്ട് തോന്നിട്ടോ. സെൻട്രൽ മാളിലാട്ടോ ഇത്. സെൻട്രൽ മാളിൽ 2nd ഫ്ലോർ ആണോ 3rd ഫ്ലോർ? 4th ഫ്ലോറിൽ അല്ലേ? അപ്പൊ ഓക്കെ, അതെ, ഒരു സെറാമിക്കിന്റെ ഒരു ബൗള അല്ലെങ്കിൽ പ്ലേറ്റ് എന്തെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് അടുക്കളയിലേക്ക് പല സംഗതികൾക്ക് ഉപയോഗിക്കാം. പൊട്ടൂന്നുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒന്നതാ. പിന്നെ ഒരു ഐസ് ട്രേ മേടിച്ചു. അത് ഇവക്കടെ ഇഷ്ടത്തിന് മേടിച്ചാട്ടോ. സിലിക്കന്റെ അല്ലേ? സിലിക്കന്റെ ഐസ് ട്രേ. അതെന്തിനാ അങ്ങനെ മേടിച്ചേന്നറിയോ? നമുക്ക് ഈ ചൈനീസ് ഓറഞ്ച് ഒക്കെ കുറെ ഉണ്ടായി കിട്ടൂലേ? അങ്ങനെ ഉണ്ടായി കിട്ടുമ്പോ അമ്മ എപ്പോഴും ചോദിക്കില്ലേ ഇങ്ങനെ ഒരുമിച്ച് കിട്ടിയപ്പോ എന്താ ചെയ്യണേ? അപ്പൊ അതെല്ലാം പിഴിഞ്ഞ് ഒരു 25-30 എണ്ണമൊക്കെ ചിലപ്പോ നമുക്ക് ഒരുമിച്ച് കിട്ടാറില്ലേ? അപ്പൊ അത് ചീത്തയാവാതിരിക്കാൻ അതെല്ലാം പിഴിഞ്ഞ് നമുക്ക് ഐസ് ക്യൂബ് ആക്കാൻ വേണ്ടി ഇതിൽ ഒഴിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അത് പിന്നെ നിന്നോട് നേരിൽ ചോദിക്കാം. അത് ഷുഗർ ചേർക്കും നേരം? ഇല്ല. എന്നാന്നോ നാളെ അത് വരും. പറഞ്ഞു കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ നമുക്ക് കൊറേ കിട്ടുമ്പോ അത് ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയായി പോകും, അളിഞ്ഞു പുളിഞ്ഞൊക്കെ ആയി പോകും. അപ്പൊ അതെല്ലാം പിഴിഞ്ഞ് നമുക്ക് ഐസ് ക്യൂബുകളാക്കി വെച്ചാലുണ്ടല്ലോ, പെട്ടെന്ന് ലെമൺ ജ്യൂസ് കുടിക്കണമെങ്കിൽ 2-3 ഐസ് ക്യൂബ് എടുത്ത് ഗ്ലാസ്സിലിടുക, വെള്ളം ഒഴിക്കാൻ മധുരം ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആ ഡീപ് ഫ്രീസറിട്ട് വെച്ചാൽ മതി, സേഫ് ആയിട്ട് അവിടെ. അല്ലെങ്കിൽ ഇവിടെ വെച്ചാലും മതി. ഇതിൽ വെക്കുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ വേറെ ഐസ് വെക്കുന്നുണ്ട്. പാലും ഒക്കെ വെക്കൂലേ? ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ
ഫിഷും മീറ്റും ഒന്നും അതിലില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇവളിത് ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ച് എടുക്കാം, അവിടെ ഒരുപാട് ഇരിപ്പുണ്ട്. അപ്പൊ ഇവളെ പറഞ്ഞ സെലക്ട് ചെയ്ത് എടുത്തതാട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 145 രൂപയാണ് കേട്ടോ. അപ്പൊ സമ്മറിൽ അത് ഏറ്റവും കൂടുതൽ ആവശ്യം വരും. പിന്നെ മറ്റെന്തെങ്കിലും ജ്യൂസുകളുടെ ക്യൂബ് വേണമെങ്കിൽ അതും വെക്കാം. പിന്നെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരു ബ്ലാക്ക് വലിയ ലൂമിനാറിന്റെ വലിയ പ്ലേറ്റ് ആണ് ഞങ്ങൾക്കുള്ളൂ, വലുത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് വീഡിയോയിൽ. അപ്പൊ ഒരു ചെറുത് വേണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. വൈറ്റ് കളറുള്ള ഐറ്റംസ് ഒക്കെ ഡിസ്പ്ലേ വെക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇടിയപ്പം, വട്ടയപ്പം, കോഴിക്കോട്ട ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ വെക്കാൻ. അപ്പൊ ഇത് പക്ഷെ പൊട്ടണതല്ല. അപ്പൊ ഇതും വലിയ പ്രൈസ് ഒന്നും ഇല്ല കേട്ടോ. 60 രൂപ കൊടുത്തിരുന്നേ, പക്ഷെ അതിനും കിട്ടിയ ഡിസ്കൗണ്ട്. പിന്നെ വേറെ ഒരെണ്ണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് രണ്ടും അടുത്തടുത്തായിരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ ഇവളോട് പറഞ്ഞു ഞാൻ ഒരെണ്ണം ഇതും കൂടെ എടുക്കുവാന്ന് പറഞ്ഞപ്പോ ഇവള് ഭയങ്കര ചിരി. ഇതും പലതും നമുക്ക് ഡിസ്പ്ലേക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ തന്നെ ഇനി ഒരു ദിവസം ഒന്ന് പോണം എറണാകുളം പോകുമ്പോ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഓർത്തില്ല, ഇതിന്റെ തന്നെ ഇഷ്ടം പോലെ കോപ്പ പോലത്തെ, കോപ്പയെന്ന് ഞാൻ പറഞ്ഞ പണ്ടത്തെ ഭാഷ, അതായത് ഇപ്പൊ പറയണത് ബൗള്, വലിയ കോപ്പകളുണ്ട്. അപ്പൊ അതിൽ നമുക്കില്ലേ ചാറേറിയൊക്കെ എടുത്ത് സെർവ് ചെയ്യാനായിട്ട് ഒന്നിച്ചൊഴിച്ച് വെച്ചേച്ച് സ്പൂൺ ഇട്ട് എടുക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരുമ്പോ ഊണ് കഴിക്കുമ്പോഴൊക്കെ എടുത്ത് വെക്കാൻ നല്ലതാ. ചാറേറി വെക്കാൻ നല്ല വലിയ കോപ്പ തന്നെ മേടിക്കണം നമുക്ക്. അതോ ഈ കളർ തന്നെ വേണം എനിക്ക്. അതപ്പോ ഇതോ ഇപ്പൊ ഒരു പ്ലേറ്റ്, അങ്ങനെ 2 ചെറിയ ഹാഫ് പ്ലേറ്റുകൾ അല്ലേ, അത് കവടിപ്പാത്രം പോലെ. കവടിപ്പാത്രത്തിന്റെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് കണ്ടപ്പോഴേ. അന്നേരം ഈ ബ്ലാക്ക് അവിടെ ഇരിക്കണം. അപ്പൊ ഞാൻ ഇവളോട് എടി ഇവിടെ നിന്ന് തന്നെ ബ്ലാക്ക് അങ്ങ് എടുക്കാന്ന് പറഞ്ഞു. ആ കവടിപ്പാത്രം പോലെയുള്ളതില് ഐസ്ക്രീമും പുഡിങ്ങും വെച്ച് കഴിക്കാൻ നല്ലതാണ്. എനിക്ക് അത് മാത്രമല്ല പല സംഗതികൾക്കും ഉപയോഗിക്കാതെ നമുക്ക്. ഇപ്പൊ ഒരാള് തന്നെ വരുവാണെങ്കിൽ ഇല്ലേ, നമുക്ക് ചായ കൊടുക്കുവാണെങ്കിൽ ട്രെയിൽ ഇതിലെന്തെങ്കിലും കഴിക്കാൻ വെച്ചേച്ച് ബ്ലാക്ക് കളറുള്ള സാധനങ്ങൾ വെക്കണായിരിക്കും കൂടുതൽ നല്ലത്. വെച്ചേച്ച് ചായ വെച്ച് ട്രെയിൽ കൊടുക്കാമല്ലോ. അങ്ങനെ പലതിനും ഉപകരിക്കും. അടുക്കളയിലെ ഉപയോഗങ്ങൾ പലതും കൊടുക്കാം, പലതും ചെയ്യാം. അങ്ങനെ ഇതിന് 70 രൂപയാണ് കൊടുത്തിരുന്നത്, പക്ഷെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവളൊരു പേഴ്സ് പോലെ ഒരു സംഭവം മേടിച്ചതിന് മൊബൈലൊക്കെ ഇടാനാന്ന് തോന്നണേ. അങ്ങനത്തെ സാധനം എനിക്ക് എപ്പോഴും ആവശ്യം. അല്ല 2 നേരത്തെ മേടിച്ചിട്ടുണ്ടല്ലേ? എനിക്ക് എപ്പോഴും വേണം, അത് വേണം. പിന്നെ ആവശ്യമില്ലേലും ഞാനത് മേടിച്ചു വെക്കും, കാരണം എപ്പോഴെങ്കിലും അതിന് ആവശ്യം. എന്നാന്ന് വെച്ചാൽ ഒരെണ്ണം സിബ് എന്തെങ്കിലും പോയി കഴിയുമ്പോൾ ഉടനെ അടുത്ത് ഈ ഫോണുകൾ കൈകാര്യം ചെയ്യണവർക്ക് എപ്പോഴും പലരും ട്രൈപോഡോ ട്രൈപോഡല്ല മറ്റേ പവർ ബാങ്ക് അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ആവശ്യം വരും. 63 രൂപയാണ് കൊടുത്തിരുന്നത്, പക്ഷെ അതിനും ഡിസ്കൗണ്ട് കിട്ടി കേട്ടോ. പിന്നെ ഒരു ഇയർബഡ്സിന്റെ ഒരു ബോട്ടിൽ മേടിച്ചു. അത്രേ മേടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഇത്രയും മേടിച്ചോളൂ. പിന്നെ ഞങ്ങളൊരു ഈവനിങ് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അങ്ങ് പോയ വഴി ഇവിടെ ഓഫീസിൽ നിന്ന് ഞാൻ ഇച്ചിരി നേരത്തെ ഇറങ്ങാമെന്ന് ഇവള് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങ് പോയ വഴി തൃപ്പൂണിത്തുറയിൽ നിന്ന് മെട്രോയിലാണ് പോയത്. അപ്പം തൃപ്പൂണിത്തുറ എത്തുന്നതിന് മുമ്പ് KSRTCയിൽ വെച്ച് ഒരു ലേഡിയെ പരിചയപ്പെട്ട് ഓടി വന്ന് സംസാരിച്ച്. ആൻസി എന്ന പേര്, ചെമ്പിലാ വീടെന്ന് പറഞ്ഞു. പുള്ളിക്കാരി എവിടെ പോവുക. അപ്പോൾ കുറേ സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു അവരുടെ ഒരു മോളുടെ പേരും അന്നേന്നാണ്, ഭയങ്കര ഇഷ്ടമാണ്, വീഡിയോ റെഗുലറായിട്ട് കാണും കേട്ടോ ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു കേട്ടോ. പിന്നെ തിരിച്ചു പോരാൻ ഷട്ടിലിന് തിരിച്ചു പോരാനായിട്ട് സൗത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ ഒരു ലേഡി വന്ന് ഓടി വന്ന വേഗം അയ്യോ പോലെ എന്ന് പറഞ്ഞ ചെങ്ങന്നൂരുള്ളതാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരിയുടെ പേര് ഗ്രീഷ്മയാണോ അവരും സംസാരിച്ചു. ഭയങ്കര ഇഷ്ടമാണ്, ചോറ് വിളമ്പണം കാണാനാ ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ, കറിയൊക്കെ ഇങ്ങനെ വിളമ്പി എടുക്കണ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് റെഗുലറായിട്ട് വീഡിയോ കാണുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ രണ്ടുപേരെ അല്ല ഇഷ്ടംപോലെ ആൾക്കാരെ കാണാറുണ്ട്. അന്ന് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വെച്ച് വേറെ കാണാറുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും ഇങ്ങനെ ഓടി വന്നേച്ച് കൈ പിടിക്കും. എന്നാ അവർക്ക് ചെയ്യാണ്, ഞങ്ങളെ കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ കാണുമ്പോ പെട്ടെന്ന് മനസ്സിലാവും, ഞങ്ങൾ നിങ്ങളെ കാണുന്നില്ലല്ലോ. അപ്പൊ വന്നിങ്ങനെ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഷോപ്പിംഗ് ഇത്രേ നടത്തിയോളൂ, പക്ഷെ ഒരു ഔട്ടിങ്ങാ. പിന്നെ ഞങ്ങൾ റോഡ് വഴിയൊക്കെ ഒന്ന് നടന്നു. അത് കഴിഞ്ഞ് വേറൊരു രസമുണ്ട്. അവിടെ നിന്ന് ഫീഡർ ബസ്സേ കയറിയേച്ച് ഫീഡർ ബസ് നിർത്തിയപ്പോൾ തന്നെ ജയലക്ഷ്മിയുടെ ആ ഭാഗത്ത് കൈ കാണിച്ച് നിർത്തിയപ്പോൾ അവരോട് ഇവള് ചോദിച്ചു റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു സൗത്തുവാന്ന് പറഞ്ഞു. അപ്പൊ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി, അതുകൊണ്ട് സുഖമായിരുന്നു, നടക്കേണ്ടി വന്നില്ല. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, പാസഞ്ചറിന് കയറി പോന്നു. അപ്പൊ അതാണ് നമ്മുടെ ഷോപ്പിങ്ങിന് വേണ്ടി പോയതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നടക്കാം. പിന്നെ
പുതിയ കടകള് ഈ ഒരു കട വന്നിട്ടുണ്ടെന്നുള്ളത് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ അവിടെ ഒന്ന് കേറാം എന്നൊരു പ്ലാനിങ് ആയിട്ടില്ല, അങ്ങനെ ഒരു ചെറിയ ചിന്ത ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. സൗകര്യങ്ങളൊക്കെ ഒത്തു വരുവാണെങ്കിൽ ഒന്ന് കേറാമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കടയിൽ ഒന്ന് കയറി ഇറങ്ങി നടക്കാം എന്നാണ് വിചാരിച്ചത്. വേറെ ഒരു സാധനം ഒന്നും മേടിച്ചില്ല. ഇല്ല വേറെ പോയൂല. കാരണം ഞാനിവിടെ ഉച്ച കഴിഞ്ഞാ പോയി. ഇവള് പറഞ്ഞു ഇച്ചിരി നേരത്തെ ഇവള് ഇറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ ഉച്ച കഴിഞ്ഞാൽ ഞാൻ പോയത്, ഞാൻ മെട്രോ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് എത്തി. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ നേരെ പോയി. പിന്നെ അതിലെ ഫുട്പാത്ത് വഴി ഇങ്ങനെ നടന്ന ഓരോ കടകളൊക്കെ നീ പറഞ്ഞ പോലെ പുതിയത് വന്നോ ഇല്ലയോ എന്നൊക്കെ എനിക്കും നോക്കണതൊക്കെ ഇഷ്ടമാണ്, വെയിലില്ലെങ്കിൽ. അങ്ങനെ ഞങ്ങൾ പിന്നെ സെൻട്രൽ ബസാറിലേക്ക് അല്ല സെൻട്രൽ മാളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ AC ആണല്ലോ, അതിലേക്ക് കയറി ഇതൊക്കെ ചുറ്റിക്കിറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങള് റിലയൻസിന്റെ ബിഗ് ബസാർ അല്ലേ, അവിടെയും വെറുതെ ഒന്ന് കയറി. സ്മാർട്ട് ബസാർ വെറുതെ ഒന്ന് കയറി, ഒരു സംഗതി നോക്കി കയറിയതാ, അതവിടെ ഇല്ലായിരുന്നു. ഒരു ദിവസം നമുക്ക് അവിടെ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യാം കേട്ടോ സ്മാർട്ട് ബസാറിൽ. ഇനി എനിക്ക് വേറൊരു സംഗതി മേടിക്കാനുണ്ടാ, പത്മയിലുള്ള ആ കടയില് സിംഗിൾ പീസ് ആയിട്ട് അത് കിട്ടും. ഒരു ഗ്ലാസ് പൊട്ടിപ്പോയിരുന്നു, ജ്യൂസിന്റെ ഗ്ലാസ്, അത് ഒരെണ്ണം മേടിച്ച് റീപ്ലേസ് ചെയ്യണം ആ സ്ഥാനത്ത്. അപ്പൊ അത് പല കടകളിലും ഇല്ല. അപ്പൊ തിന്നായിട്ടുള്ള ജ്യൂസിന്റെ ഗ്ലാസ് ആ ഷോപ്പിലുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ മുളന്തുരത്തിലുണ്ടായിരുന്നു, അത് തീർന്നു എന്ന് അവര് പറഞ്ഞു. അപ്പൊ ഈ ഐസ് ട്രേക്ക് ഞാൻ കണ്ടെത്തിയ ഐഡിയ അടിപൊളിയല്ല, നല്ലതാ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഐസ് ട്രേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഐസ് ട്രേ ഫ്രിഡ്ജ് മേടിക്കുമ്പോൾ എപ്പോഴും കിട്ടൂല. അത് ഞാൻ പറഞ്ഞു അതിലേക്ക് ഈ അങ്ങനെയുള്ളത് വേറെ ഒന്നും ഒഴിച്ചു വെക്കരുത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് മാത്രം ഇടാനായിട്ട് അത് വെക്കുക. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഐസ് അതിൽ നിന്ന് എടുക്കാമല്ലോ. ഇങ്ങനെയുള്ളത് മേടിച്ചു വെച്ചാൽ ഇങ്ങനെയുള്ള സംഗതികൾ അവിടെ നാരങ്ങ വെള്ളം വേണമെന്ന് പറയാറില്ലേ, ഇത് ഈ 2 ഐസ് ക്യൂബോ അല്ലെങ്കിൽ 3 എത്രയാന്ന് വെച്ചിട്ടിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ഇല്ലെങ്കിൽ മധുരം അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു കുഴപ്പമില്ല, നാരങ്ങയും ചീത്തയായി പോവില്ല. മറ്റേ നാരങ്ങയായിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് അളിഞ്ഞു പുളിഞ്ഞ് ഇച്ചിരി കഴിയുമ്പോൾ എന്നാണെങ്കിലും പോകും. അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഇത്രയേ ഉള്ളൂ ഷോപ്പിംഗ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് പറയണേ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് പിന്നെ ഇത് രണ്ടും. അമ്മ ഇത് കണ്ടോ, ഇതിന് കവർ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പ്ലാസ്റ്റിക് ഇതിങ്ങനെ വെച്ച് അടച്ചിരുന്നത് കൊണ്ടേ നമ്മള് ശ്രദ്ധിച്ചില്ല. ഇല്ല, പിന്നെ തന്നെയല്ല അതിന്റെ ടാഗ് ഇതുമൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കവറുള്ളത് സൗകര്യം വെച്ചോണ്ടിരുന്നോണ്ട് നോക്കിയില്ല. കവറ് വളരെ നന്നായി. അത് ഒരു നല്ല ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നമ്മളിത് ഐസ് ഇത് ഫോം ചെയ്യാനായിട്ട് വെച്ചേച്ച് ഇതങ്ങ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലേക്കും അതിന്റെ ഇത് വരൂല. അല്ലെങ്കിൽ ഫോയിൽ റാപ്പ് വെച്ചാലോ ചിന്തിച്ചായിരുന്നേ. ഇത് വളരെ നന്നായി. പക്ഷെ കവർ ഇല്ലാത്ത ഒരുപാട് അവിടെ ഇരിപ്പുണ്ട് അല്ലേ, പ്ലെയിൻ ആയിട്ടുള്ള. ഇത് വളരെ നന്നായി ഏതായാലും. അങ്ങനെ ടോട്ടൽ ആകെ 571 രൂപയായുള്ളൂ കേട്ടോ. പല പ്രോഡക്ട്സിനും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നല്ലോ. നല്ലൊരു ബൈയിങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഹാപ്പി ഷോപ്പിംഗ് ടു അസ്, ടു യു ടു.